ഞാൻ ഉദ്ദേശിച്ചത് ശരിക്ക് കുറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞാൻ അവനോട് പകരം ചോദിക്കും. ഗോപി, ഒരു പത്രം കൂടെ. മറ്റത് ഞാൻ അന്വേഷിക്കാം. അവൻ ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. കണ്ടിട്ട് കുറെ നാളായി. ഇനി കണ്ടാൽ ഞാനിവിടെ വരാൻ പറയാം. വരട്ടെ. ശരി. എന്തിനാ സാർ ആവശ്യമില്ലാത്ത പുലിവാലൊക്കെ? നീ പേടിക്കണ്ടടി, എനിക്കൊരു ചുക്കം വരില്ല. എന്നാ മതി. പിന്നീട് രാജിയുമായി നേരിട്ട് കണ്ടില്ലേ? ഇല്ല. ഉണ്ണി എന്നോട് റിക്വസ്റ്റ് ചെയ്തതും എഴുതി തരാമെന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ അതിനു മുൻപാണ് ആക്സിഡന്റ് ഉണ്ടായത്. സെലക്ഷന്റെ വിവരം ഞാൻ രാജനെ നേരത്തെ അറിയിച്ചെങ്കിലും റെക്കോർഡിക്കലായി ഡേറ്റ് ഇട്ടത് ഉണ്ണിയുടെ മരണശേഷമാണ്. അതല്ലെങ്കിൽ ഞാൻ ഇന്നീ ചെയറിൽ ഉണ്ടായിരിക്കില്ലായിരുന്നു. ആ, കേസ് എത്രാം തീയതിയാണ് വെച്ചിരിക്കുന്നത്? ആഗസ്റ്റ് 12. ഓ, 12-നോ? ആഗസ്റ്റ് 12. Happy birthday. നീ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വരില്ല ചേട്ടാ. നാളെ എന്റെ താലിക്ക് വില പറയുന്ന ദിവസമല്ലേ? ചേട്ടൻ പോയി കിടക്കൂ.
പെങ്ങൾക്ക് സുഖമല്ലേ? നീ ഉറങ്ങിയില്ലേ? എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? നീ നിന്റെ ഭാര്യ മാത്രമല്ല, എന്റെ രക്ഷക കൂടിയാണ്. നീ അറിയാത്തൊരു രഹസ്യം ഈ കേസിന്റെ പിന്നിലുണ്ട്. രഹസ്യമോ? എന്താണ്? എന്നോട് പറയൂ. ചേട്ടൻ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് പോസ്റ്റ്മോർട്ടത്തിന് വന്ന ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉവ്വ്, ചെറുതായിട്ട് എന്താ സൂചിപ്പിച്ചിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ ഉണ്ണിയെ കാണാൻ വീട്ടിൽ ചെന്നപ്പോ. അച്ഛാ, ഉണ്ണിയില്ലേ ഇവിടെ? ഉണ്ണി ഇപ്പൊ ക്ലബിലേക്ക് പോയതേ ഉള്ളൂ. എന്താ രാജാ? എനിക്ക് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കേറുന്നില്ലേ? ഇല്ല, ഞാൻ പോട്ടെ. സോമ, ഉണ്ണി വന്നില്ലേ ഇവിടെ? ഇല്ല സാർ. കുടിക്കാൻ എന്തുണ്ട്? എന്ത് വേണം? എന്നാലും കൊണ്ടോ. ശരി. സാറ് ഇരിക്കായിരുന്നു. ഉണ്ണി സാറ് മേളിലുണ്ടല്ലോ. എവിടെ? ടെറസില്. ഓഹോ. ഇൻസ്പെക്ടർ സാറിന് ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ. അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാതെ എന്നെ പറഞ്ഞു വഞ്ചിച്ച സ്ഥിതിക്ക് ഞാനിനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എന്റെ ജീവിതം ഇന്ന് അവസാനിപ്പിക്കുന്നു. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. ഡയാന ജോർജ്. ഇതൊക്കെ എന്നെ കാണിക്കുന്ന ഉദ്ദേശം? സത്യമായിട്ട് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നതല്ല സാർ. എനിക്ക് അങ്ങനെ ഉദ്ദേശം പോലില്ല സാർ. പിന്നെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഈ സമൂഹത്തിൽ വളരെ പേരും പെരുമയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഒരു ഭാര്യ, കുടുംബം, കുഞ്ഞ്, അങ്ങനെ കൊള്ളാവുന്ന ഒരു സെറ്റപ്പ് അല്ലേ? ഞാനും ഡയാനയും തമ്മിൽ കണ്ടിട്ട് തന്നെ എത്രയോ കാലങ്ങളായി. അതെനിക്ക് എങ്ങനെ അറിയാം സാർ? സാർ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നതല്ല സാർ. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ് സാർ. രക്ഷിക്കാനോ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കത്തിപ്പോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതല്ല, അറിയാലോ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അയ്യേ, ഞാൻ ഡോക്ടർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ആളെയല്ല. ഈ കത്തിൽ പറയുന്ന സംഭവവും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതല്ല സാർ. ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നതല്ലെന്ന്. എന്നാൽ നിങ്ങൾ പോണം. രക്ഷിക്കാൻ വന്ന ആളെ ഇങ്ങനെ തഴഞ്ഞാലോ? കൂടുതൽ വാചമടിക്കാൻ നിന്നാൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്തോ? പോലീസോ? പട്ടാളത്തെ വിളിക്കും. പോലീസ് ഒന്നും എനിക്കെന്താ? അകത്താവുന്നത് നിങ്ങളായിരിക്കും. നേരട്ടല്ലേ? പിന്നെ നിങ്ങളുടെ വന്നെന്തിനാ? ധൃതി പിടിക്കില്ല സാറേ. സാറേ, ഞാനൊരു പാവപ്പെട്ട ഡ്രൈവറാണ്. ഇനി സാറിനെ പോലീസിൽ പിടിപ്പിച്ചതുകൊണ്ട് എനിക്ക് എന്റെ കസിൻ സിസ്റ്റർ തിരിച്ചു കിട്ടുമോ? ഇല്ല, അതെനിക്കറിയാം. പിന്നെന്താ? നമുക്കിതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യണ്ട സാറേ. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി വന്നല്ല കേട്ടോ. സ്വന്തമായി ഒരു ലോറി പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. ഒരു ലോറി, ഒരു കൊച്ചു വീട്, ഇവയെല്ലാമാണ് എന്റെ സങ്കല്പങ്ങൾ. അതിന് ഞാനെന്ത് വേണമെന്നാ പറയുന്നത്? സാറൊന്ന് മനസ്സ് വെച്ചാൽ എനിക്ക് അല്പം ചില്ലറ കിട്ടും. ഒരു 2 രൂപ.
2 രൂപ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ. ഇപ്പൊ ലക്ഷത്തിനൊന്നും വലിയ വിലയില്ലല്ലോ. അത് തന്നെയുമല്ല, സിമെന്റിന്റെ കമ്പിക്കൊക്കെ തീ പിടിച്ച വിലയാ. എന്റെ കയ്യിൽ ഇനി പണമില്ല. പറയുന്നത് ഞാൻ രാവിലെ വാങ്ങിപ്പോ നമുക്ക് 1.5 ലക്ഷം രൂപ ഉണ്ട്. 50 രൂപ അളിയോട് ചോദിച്ചാ പോലെ. ഈ പേരും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പണം പിടിക്കാൻ വന്നിരിക്കണല്ലേ? കൈയെടുക്ക്. എന്റെ പെങ്ങളെ ചതിച്ച് നിനക്കിവിടെ കുടുംബമായി സുഖമായി ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ? 24 മണിക്കൂറിൽ ഞാൻ പറഞ്ഞ എമൗണ്ട് എന്റെ കയ്യിൽ വന്നില്ലെങ്കിൽ കൊണ്ടല്ലോ, നിന്നെ പോലീസിലൊന്നും പിടിപ്പിക്കില്ല. നിന്റെ കച്ചവടം ഒതുക്കിക്കളയും. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? നിന്നെ കൊല്ലാൻ തോക്കും കത്തിയൊന്നും വേണ്ടടാ. ഇത് കണ്ടോ, ജസ്റ്റ് ആൻ ആക്സിഡന്റ്. 2 ദിവസം കൂടി നീ ജീവിച്ചോ. അത് കഴിഞ്ഞ് നീ ജീവിക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കാം. ആരാടാ പോയത്? അവൻ ആരാണെന്ന്? അത് ഒരു ഡ്രൈവറാണ്. അവന് നീ ആയിട്ട് എന്താ ഏർപ്പാട്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്താടാ കാര്യം? സത്യം പറ. രാജ, ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം ഞങ്ങളോട് പറയുകയാണ്. ഒരു കാരണവശാലും രാജയോട് പറയരുത്. ഇല്ല. എന്താ കാര്യം? ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് സൂയിസൈഡ് ചെയ്തൊരു ബോഡി ഹോസ്പിറ്റലിൽ വന്നില്ലേ? ആ കുട്ടിയുടെ പേര് ഡയാന എന്നാണ്. നമ്മുടെ കൂടെ ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന കുട്ടിയാണ്. ഞാനുമായി അല്പം അടുപ്പത്തിലായിരുന്നു. വെറും 15 ദിവസത്തെ ബന്ധം മാത്രം. പതിനഞ്ചാമത്തെ ദിവസം അവളെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നപ്പോ ആ നിമിഷം ഞാൻ അവളുമായുള്ള ബന്ധം അവസാനിച്ചു. ഞാൻ പറയുന്നത് നീയെങ്കിലും വിശ്വസിക്കണം. ആ ഡ്രൈവർ അവളുടെ കസിൻ ബ്രദറാണ്. ആ സമയത്ത് എഴുതിയ കത്തും ഫോട്ടോയുമായി വന്ന് പലപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാശും വാങ്ങിച്ചിട്ടുണ്ട്. ഇതായിപ്പോ അവളുടെ ആത്മഹത്യ കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് അവൾ ഇൻസ്പെക്ടർക്ക് എഴുതിയ കത്തുമായി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്ന് പറയുന്നു. ഓഹോ, കൊല്ലുമെന്ന് പറഞ്ഞു. ശരി, ഇനി വരുമ്പോ അവനെ എന്റെ അടുത്തേക്ക് പറഞ്ഞേച്ചേക്ക്. ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. നീ ഇത് ഇത്രയും കാലം എന്നോട് പറയാറുന്നുണ്ട്. ഞാൻ എടാ, നീ എന്റെ ആരാ? എന്റെ പെങ്ങളുടെ ഭർത്താവാണ് നീ. വാ, stupid. പറ. മതി, ഈ ഒരൊറ്റ സംഭവം മതി നമുക്ക് കേസ് ജയിക്കാൻ. ചേട്ടാ, ആ ഡ്രൈവറെ അറിയുമോ? അറിയാം. അയാളുടെ അഡ്രസ്? അഡ്രസ് അറിയില്ല. അത് സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡെഡ് ബോഡിയുടെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റലിൽ കാണില്ലേ? ആ, കാണും. മതി, ഞാൻ ഏറ്റു. ഹലോ. ഹലോ, ഗോപാലിന് ഞാൻ മിസ്സസ് രാജശേഖരനാ. പിന്നെ കഴിഞ്ഞ മാർച്ച് 23-ാം തീയതി ഡയാന എന്നൊരു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം പ്ലീസ്. ഒന്ന് വേഗം. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ആ, ഡയാന ഡയാന നമ്പർ 20 ഗോതാരി റോഡ്, ഗോദാരി റോഡ്, ബാംഗ്ലൂർ. ആ, ഫോൺ
634-324. ഓക്കെ, താങ്ക് യു. ഹലോ, അതെ. ഇത് എറണാകുളത്ത് നിന്നാ സംസാരിക്കുന്നേ. അവിടെ ഡയാൻ എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നോ? എറണാകുളത്ത് വെച്ച് ആത്മഹത്യ ചെയ്ത കുട്ടിയല്ലേ? ആ, അവരുടെ കസിൻ ബ്രദറിന്റെ അഡ്രസ് ഒന്ന് വേണം. മിസ്റ്റർ ഡൊമിനിക് ആണോ? അതെ. ഡൊമിനിക്കിന്റെ അഡ്രസ് അറിയില്ല. പുള്ളിക്കാരിവിടെ വരാറുണ്ടായിരുന്നു. ഇനി വരുമ്പോ കോൺടാക്ട് ചെയ്യാൻ പറയാം. നമ്മുടെ നമ്പർ എത്ര? 369483. ഓക്കെ, താങ്ക് യു. മറക്കരുത്, അർജന്റ് ആണ്. ആ, ഈശ്വര, എന്റെ പ്രാർത്ഥന കേൾക്കണേ.